ഹായ് മക്കളെ, അപ്പൊ നമ്മൾ 10th നിന്ന് +1 മാറിയിരിക്കുകയാണ്. +1 മാറുമ്പോൾ ചെറിയ ചെറിയ ചേഞ്ചസ് എല്ലാ സബ്ജക്റ്റുകൾക്കും ഉണ്ട്. അതുപോലെ നമ്മുടെ മാത്സിനും കുറച്ച് ചേഞ്ചുകളുണ്ട്. ആ ചേഞ്ചുകളാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ +1 മാത്സ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പോവുകയാണ്. +1 മാത്സിന്റെ ഒരു ഓവറോൾ ഐഡിയ എന്താണെന്ന് പറഞ്ഞുതരാൻ പോവാണ്. കുറച്ച് സമയം എടുക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എന്താണ് +1 മാത്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മൾ റോഡ് മാപ്പ് ടു +1 മാത്സ് എന്ന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, മാത്സിൽ മാത്രമല്ല എല്ലാ സബ്ജക്റ്റുകളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ? നിങ്ങൾക്ക് +1 ബോർഡ് എക്സാം ഇല്ല, അല്ലെ? +1 ബോർഡ് എക്സാം ഇല്ല. ബോർഡ് എക്സാം ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നം എന്താ? ബോർഡ് എക്സാം ഇല്ലാത്തതുകൊണ്ട് നല്ല കാര്യമാണ്. നിങ്ങൾക്ക് കൂളായിട്ടിരിക്കാം, റിലാക്സ് ചെയ്ത് പഠിക്കാം, വലിയ പ്രശ്നങ്ങളില്ല, വലിയൊരു സ്ട്രെസ് ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കാം. അത് ഏറ്റവും നല്ല കാര്യം തന്നെ. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം കൂടിയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ +1 മാത്സിൽ അല്ലെങ്കിൽ +1 നമ്മൾ പഠിക്കുന്ന ഓരോ ചാപ്റ്ററുകളിലെയും കണ്ടിന്യൂവേഷൻ ആണ് +2 മാത്സിന്റെ കാര്യമാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. +1 നിങ്ങൾ പഠിച്ചിട്ടുള്ള എല്ലാ ചാപ്റ്ററുകളുടെയും കണ്ടിന്യൂവേഷൻ ആണ് സത്യം പറഞ്ഞാൽ +2 ഉള്ളത്. അപ്പൊ നിങ്ങൾ +1 പ്രോപ്പറായിട്ട് പഠിച്ചില്ലെങ്കിൽ എന്ന് പറയണ്ട, +1 പ്രോപ്പറായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, നിങ്ങൾ പഠിക്കണ്ട, അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. +1 പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ +2 വരുമ്പോൾ നിങ്ങൾക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മാർക്ക് മേടിക്കുക എന്നുള്ളതിനുപരി +1 മാത്സ് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇതാണ് സത്യം പറഞ്ഞാൽ +1 മാത്സ് ആണ് സത്യം പറഞ്ഞാൽ നമ്മളുടെ ഇനി +2 പഠിക്കാൻ പോകുന്നതിന്റെ ഒരു ബേസ്. ഓക്കെ അല്ലേ? അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. അതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്കിൽ മാത്രമേ +2 മനസ്സിലാവുള്ളൂ. അതല്ല +2 ആണ് എക്സാം, അപ്പോൾ ഞാൻ +2 പഠിച്ചാൽ പോരെ എന്ന് പറയരുത്. കാര്യം എന്താ? ഇതിന്റെ എല്ലാത്തിന്റെയും തുടക്കം +1 അപ്പോൾ നമുക്ക് ചാപ്റ്റേഴ്സ് വെച്ച് തന്നെ പറയാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. നമുക്ക് മൊത്തം 14 ചാപ്റ്റേഴ്സ് ഉള്ളത്, അല്ലെ? 14 ചാപ്റ്റേഴ്സ്. ഇതിൻ്റെ അകത്ത് ഏതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയേ, നമുക്ക് സെറ്റ്സ് മുതൽ പ്രോബബിലിറ്റി വരെയുള്ള ചാപ്റ്ററുകളാണ്. ചാപ്റ്ററുകളുടെ പേര് വേണമെങ്കിൽ നോക്കിയേ: സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ലീനിയർ ഇൻഇക്വാലിറ്റീസ്, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, ബൈനോമിയൽ തിയറം, സീക്വൻസ് ആൻഡ് സീരീസ്, സ്ട്രെയിറ്റ് ലൈൻ, കോണിക് സെക്ഷൻ, ഇൻട്രൊഡക്ഷൻ ടു 3-dimensional ജോമെട്രി, ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി. ഇത്രയും 14 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. ഇതിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ബേസിക് ഐഡിയ ഉള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് നമ്മൾ +1 ട്രിഗ്നോമെട്രി, 10th ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? അപ്പൊ അവരെ കുറിച്ച് നമുക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട്. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ എന്താണ് ഈ സീക്വൻസ് ആൻഡ് സീരീസ് ഇല്ലേ? സീക്വൻസ് ആൻഡ് സീരീസ്, അതായത് ട്രിഗ്നോമെട്രി പറഞ്ഞു. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ ഈ സീക്വൻസ് ആൻഡ് സീരീസ് ഇല്ലേ? ഈ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 10th പഠിച്ച മറ്റേ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഇല്ലേ? അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണ്. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലേ? നിങ്ങൾ 10th പഠിച്ച സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ പ്രോബബിലിറ്റിയും. ഈ 4 പേരെ കുറിച്ചാണ് നമുക്ക് ചെറിയൊരു അറിവുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇവരെ കുറിച്ചാണ്. ബാക്കി എല്ലാ ആൾക്കാരെയും നമ്മൾ ഒരു പുതിയതായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ അപ്രോച്ച് അല്ലെങ്കിൽ പുതിയൊരു ഐഡിയ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ആൾക്കാരാണ്. ഇവിടുത്തെ പ്രശ്നമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടുത്തെ പ്രശ്നമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളാം. സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ, ഈ സെറ്റ്സിന്റെ കണ്ടിന്യൂവേഷൻ ആണ് വേണമെങ്കിൽ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഈ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസിന്റെ ഒരു ബാക്കിയായിട്ട് +2 ഒരു റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ ആയല്ലോ? സെറ്റ് അല്ലേ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, +2 ആ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് അറിയണമെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ സെറ്റും റിലേഷനും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അപ്പുറത്ത് പഠിക്കാനുള്ളതൊക്കെ ഞാൻ ഇതുപോലെ ആരോ ഇട്ട് തരാം. ഇനി ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഒന്ന് നോക്കും. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും നിങ്ങൾക്ക് ഇതിന്റെ ബാക്കിയായിട്ട് +2 പഠിക്കാനുണ്ട്. അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന കുറെ കാര്യങ്ങൾ ഇവിടെ വരും. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിയിൽ നിങ്ങൾ പഠിക്കുന്ന സാധനങ്ങൾ ഈ താഴത്തേക്ക് കുറെ സ്ഥലങ്ങളിൽ ഉപയോഗിക്കും. അപ്പോൾ ഇവൻ വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. കുറെ ബൈ ഹാർട്ട് അല്ലെങ്കിൽ കാണാതെ പഠിക്കേണ്ട ചാപ്റ്ററുകളാണ്. കാണാതെ പഠിക്കേണ്ടെന്ന് പറഞ്ഞാല് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഇത് പഠിക്കണം. ഇപ്പൊ നേരത്തെ നിങ്ങൾ sin x = ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്നൊക്കെ ഹൈപ്പോട്ടന്യൂസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചില്ലേ? അതുപോലെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. മനസ്സിലാക്കി ബൈ ഹാർട്ട് ചെയ്യുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി പിന്നെ നമുക്ക് കോംപ്ലക്സ് നമ്പറിന്റെ ഒക്കെ ബാക്കി ഇല്ലെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ലീനിയർ ഇൻഇക്വാലിറ്റീസ് ബാക്കി
ഇല്ലെന്ന് പറഞ്ഞാൽ പോലും അവിടെ അപ്പുറത്ത് ഒരു ചെറിയൊരു സാധനമൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വിട്ടുകളെ. ഈ ചെറുതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഞാൻ വിടുന്നുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ താഴത്തേക്ക് വരുമ്പോൾ എന്താണ്, ഇൻട്രൊഡക്ഷൻ ടു 3D ജോമെട്രി. ഓക്കെ അല്ലേ? ഇവന്റെ ബാക്കി നമുക്ക് +2-ലുണ്ട്. അടുത്തത് ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഇവനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തത്. ഇവന്റെ ബാക്കിയും നമുക്ക് +2-ലുണ്ട്. ഇനി അടുത്തവനെ നോക്കിയേ, സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഇവിടെ കൊണ്ട് തീരുവാണ്. അടുത്തത് എന്താ, പ്രോബബിലിറ്റി. ഇവന്റെ ബാക്കിയും നമുക്ക് +2-ലുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയാൽ ഈ ചാപ്റ്ററുകൾ നോക്കിയേ, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ലാസ്റ്റ് എത്രയാണ്, ഒരു 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിലേ നിങ്ങൾക്ക് +2-ൽ കുറച്ചുകൂടി സിമ്പിൾ ആവുള്ളൂ. ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ഏതാണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് മാർക്കൊക്കെ വിട്ടിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ഇവനാണെന്ന്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് +2-ൽ ഒരു 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒരു 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. 5 ചാപ്റ്റേഴ്സ്. ഈ 5 ചാപ്റ്റേഴ്സ് കണ്ടിന്യൂസ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാലേ അടുത്തയിലേക്ക് പോകാൻ പറ്റുള്ളൂ, അത് പഠിച്ചു കഴിഞ്ഞാലേ അടുത്തയിലേക്ക് പോകാൻ പറ്റുള്ളൂ, അത് പഠിച്ചു കഴിഞ്ഞാലേ അടുത്തയിലേക്ക് പോകാൻ പറ്റുള്ളൂ, അത് പഠിച്ചു കഴിഞ്ഞാലേ അടുത്തയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അങ്ങനെ ഒരു 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 5 ചാപ്റ്ററുകളുടെയും സ്റ്റാർട്ടിങ് ഇവനാണ്. എന്താണ്? ഈ 5 ചാപ്റ്റേഴ്സിന്റെയും സ്റ്റാർട്ടിങ് ഇവനാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, +2-ൽ നിങ്ങൾക്ക് ഈ 3rd ചാപ്റ്റർ പഠിക്കണം. ഈ 3rd ചാപ്റ്റർ പഠിക്കണമെങ്കിൽ ഇതിന് മുമ്പ് ഈ 2nd പഠിക്കണം, അതിന് മുമ്പ് ഈ 1st പഠിക്കണം. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ടാവില്ല. കാര്യം എന്താ? അതിനു മുമ്പ് നിങ്ങൾ ഈ +1-ൽ ഇവനെ സെറ്റ് ആക്കിയാലേ പറ്റുള്ളൂ. ഓക്കെ, ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവന്മാരെല്ലാവരും റിലേറ്റഡ് ആണ്. അപ്പോൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ റിലാക്സ് ആയി കൂളായിട്ടൊക്കെ പഠിച്ചോ. പക്ഷേ ഈ ചാപ്റ്ററുകളിൽ ഞാൻ ഈ അണ്ടർലൈൻ ചെയ്ത് മാർക്ക് ചെയ്തിരിക്കുന്ന ചാപ്റ്ററുകൾ, ഈ ചാപ്റ്ററിൽ പഠിക്കുമ്പോൾ ഒന്ന് ഡീസൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചോളണം. അവന്മാർക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് നോട്ട്സ് ഒക്കെ ഉണ്ടായിരിക്കണം. അവന്മാരൊന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചോളണം. ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചിരിച്ചു കളിച്ചൊക്കെ പോക്കോ, ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ എത്രയാണ് 1, 2, 3 പിന്നെ 4, 5, 6 ഈ 6 പേര് കേട്ടല്ലോ. സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല. ഈ 6 പേര് 6 ചാപ്റ്റേഴ്സ്. ഈ 6 ചാപ്റ്റേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. കാര്യം ഇവരുടെയൊക്കെ കണ്ടിന്യൂഷൻ നമുക്ക് +2-ൽ ഉണ്ട്. കേട്ടല്ലോ. പിന്നെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ 10th-ലൊക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ ആദ്യം ടോപ്പിക്ക് പഠിക്കാൻ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ എടുത്തു. ആ ചാപ്റ്ററിൽ ഓരോ ടോപ്പിക്കുകളില്ലേ, ആ ടോപ്പിക്കുകൾ പഠിച്ചു. ടോപ്പിക്ക് പഠിക്കാൻ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ഉപയോഗിക്കാം. ഒന്നെങ്കിൽ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ആപ്പ് കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ഉപയോഗിക്കാം. ആപ്പിൽ ഓരോ ടോപ്പിക് വൈസ് വീഡിയോകളുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് നോക്കി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ലൈവുകൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ 1-shot വീഡിയോസ് ചാപ്റ്റർ ഇൻ 15 minutes, ചാപ്റ്റർ ഇൻ 30 minutes, അങ്ങനത്തെ സാധനങ്ങൾ. ഇപ്പൊ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ടോപ്പിക്കുകൾ ക്ലിയർ ആയി. ഇപ്പൊ ചിലർ വിചാരിക്കുകയെ ഈ ടോപ്പിക്കുകൾ ക്ലിയർ ആയ ഈ ചാപ്റ്റർ സെറ്റായി എന്നൊരു തോന്നലുണ്ട്. അതായത് ഒരു ചാപ്റ്റർ ഇൻ 50 minutes ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചാപ്റ്റർ സെറ്റായി എന്നൊരു തോന്നലുണ്ട്. ഈ ചാപ്റ്റർ ഇവിടെ സെറ്റായോ? ഇല്ല. ചാപ്റ്റർ സെറ്റ് ആവണമെങ്കിൽ നിങ്ങൾ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കണം. ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? നമുക്ക് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ, അതായത് +1 CBSE മാത്സ് ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ NCERT തരുന്ന ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് ഈ എക്സാമ്പിൾസ്, അതായത് സോൾവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇവന്മാരെ ഒന്ന് നോക്കണം, നിർബന്ധമാണ്. അതുപോലെ ഈ എക്സസൈസുകളില്ലേ, എക്സസൈസുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി അവർ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, അവരും നോക്കണം. ഇത് രണ്ടും ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശമൊക്കെ സെറ്റായി. പിന്നെ നമ്മുടെ PYQസും കൂടി നോക്കിയാൽ പക്ക. പക്ക. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊരു ചാപ്റ്റർ സെറ്റ് ആയത്. കേട്ടല്ലോ. അതല്ലാതെ നിങ്ങൾ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ചാപ്റ്റർ സെറ്റ് ആവില്ല ഇവിടെ. അതൊന്ന് ശ്രദ്ധിച്ചോളണം. പിന്നെ ഇപ്പൊ ചിലർക്ക് സംശയം വന്നിട്ടുള്ള ഒരു സാധനമാണ്, ഇതിന്റെ താഴെ മിസലേനിയസ് എക്സാമ്പിൾസ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം കിടക്കുന്നുണ്ടല്ലോ, അത് പഠിക്കേണ്ടതെന്ന്. അതിൻ്റെ അകത്ത് നമുക്ക് റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇത് നിർബന്ധമായിട്ട് നോക്കണമെന്ന് പറഞ്ഞ കുട്ടികൾ ഏതാന്ന് പറയട്ടെ. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് എൻട്രൻസിന് പോകാൻ താല്പര്യമുള്ളവരാണ്, അല്ലെങ്കിൽ JEE റിപ്പീറ്റ് അതുപോലത്തെ എൻട്രൻസുകൾ റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇതാണ് നിങ്ങളുടെ ഒരു എയിം എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് മുഴുവൻ ചെയ്തിരിക്കണം.
ഓക്കെ അല്ലേ? ബാക്കിയുള്ള കുട്ടികൾ മിസലേനിയസ് മുഴുവൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും 1-2 ഒരു ജസ്റ്റ് നമ്മളുടെ ഒരു അവയർനെസ്സിന് വേണ്ടി ഒന്ന് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോ ഇത്രയും ശ്രദ്ധിക്കണേ, ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാപ്റ്റർ സെറ്റ് ആവും. ഇപ്പോഴാണ് നിങ്ങളുടെ ചാപ്റ്റർ സെറ്റ് ആകുന്നത്. ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. സത്യം പറഞ്ഞാൽ +1 നിങ്ങൾ ഇങ്ങനെ പഠിക്കാൻ ശ്രമിച്ചാൽ അടിപൊളിയാണ്. +2 എന്തായാലും ഇങ്ങനെ തന്നെ പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു 6 ചാപ്റ്റേഴ്സ് കണ്ടിന്യൂസ് ആണ്. ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചാപ്റ്ററുകൾ വിട്ട് കളയരുത്. അവരെ കൃത്യമായിട്ട് പഠിക്കുക. അവർക്ക് വേണ്ടി മാത്രം +2ലേക്ക് ഒരു നോട്ട് ഉണ്ടാക്കി വെക്കുന്നത് നല്ലത് തന്നെയാണ്. നാളെ അവിടെ പഠിക്കുമ്പോൾ ഇതൊന്ന് എടുത്ത് മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അടിപൊളിയായി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് കാണാം. +1 +2 നമുക്ക് തകർക്കാം.